നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. ആദ്യമായിട്ട് കേരളത്തിലും അവസരങ്ങളുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഷെഡ്യൂൾഡ് ബാങ്കായ ഫെഡറൽ ബാങ്കിലെ ഓഫീസർ സെയിൽസ് ക്ലയന്റ് അക്വിസിഷൻ സ്കെയിൽ 1 സാലറി ആയിരിക്കും ലഭിക്കുക. അതിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒക്ടോബർ 27 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇതുപോലെ എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫെഡറൽ ബാങ്കിലാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വേക്കൻസി ഉള്ളത്. പോസ്റ്റിന്റെ പേര് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ എന്നുള്ളതാണ്. സ്കെയിൽ 1 അപ്പോയിന്റ്മെന്റ് ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 27 വരെ ഫെഡറൽ ബാങ്കിന്റെ സൈറ്റിലെ കരിയർ പേജിൽ കൂടി അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 15 ഒക്ടോബർ 2025 ആണ്. അവസാന തീയതി 27 ഒക്ടോബർ 2025 ആണ്. അത് കഴിഞ്ഞ് സെന്റർ ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുക നവംബർ 16, 2025 ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ആർക്കൊക്കെ അപ്ലൈ അല്ലെങ്കിൽ എന്താണ് ഇത് എലിജിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമാണ് വേണ്ട യോഗ്യത. അതുപോലെ എല്ലാ വിധത്തിനും 10ാം ക്ലാസ് മുതൽ എല്ലാ പരീക്ഷയ്ക്കും 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഡിഗ്രി, PG എല്ലാത്തിനും മിനിമം 60% മാർക്കുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പ്രായം പറഞ്ഞിട്ടുള്ള പ്രായം കാൽക്കുലേറ്റ് ചെയ്ത് 2025 ഒക്ടോബർ 1 അടിസ്ഥാനമാക്കിയാണ്. 27 വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ SC കാരൻ 5 വർഷവും OBC നോൺ ക്രിമിനൽക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതായത് SC കാരാണെങ്കിൽ 32 വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ 2024-25 വർഷത്തിൽ പരീക്ഷ പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. 1/10/2025 മുമ്പ് റിസൾട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ശമ്പള സ്കെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 48,480 മുതൽ 85,921 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. പറഞ്ഞിട്ടുള്ളത് ശമ്പളം പ്രതിവർഷം 12.84 ലക്ഷം മുതൽ 17 ലക്ഷം വരെ ലഭിക്കാം എന്നുള്ളതാണ് അടിസ്ഥാന ശമ്പളം. എന്തായാലും ഏറ്റവും മിനിമം ശമ്പളം 85,000 രൂപ എടുത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ സാലറി ഉണ്ട്. അല്ല, കട്ടിങ് കഴിഞ്ഞ് കയ്യിൽ തന്നെ 85,000 രൂപ പ്രതിമാസം ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ബാങ്കിന്റെ സെയിൽസ് ഗ്രോത്ത് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന 2 വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നീട് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുന്നതിന് ശേഷം മെഡിക്കൽ ചെക്ക് വഴിയായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സ്റ്റേജും എലിമിനേഷൻ റൗണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേജും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നവർ അന്നേരം പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് റൗണ്ടിൽ വരുന്നവർക്ക് മാത്രമേ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ 2 വർഷമെങ്കിലും മിനിമം ബാങ്കിനെ സെർവ് ചെയ്യാൻ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എക്സാമിനേഷൻ സെന്ററുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ സെന്ററുകൾ മാത്രം ഞാൻ പറയുന്നു. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിങ്ങനെയാണ്. അത് ഏതെങ്കിലും നിങ്ങൾക്ക് സെന്റർ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു, ഫെഡറൽ ബാങ്കിന്റെ കരിയർ പേജ് സൈറ്റിലെ കരിയർ പേജ് വഴി 2025 ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 27 വരെ നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ആദ്യം ഒരു രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് www.federalbank.co.in/careers എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ജോയിൻ അവർ ടീം എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് നോക്കിയാൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലെ ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയന്റ് അക്വിസിഷൻ എന്ന ലിങ്കിലായിരിക്കണം ക്ലിക്ക് ചെയ്യേണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിനുശേഷം ക്ലിക്ക് അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കും. മറ്റ് അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷാ ഫീസ് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 800 രൂപ, SC കാർക്ക് മാത്രം 160 രൂപ മതിയാവും. ബാക്കി എല്ലാവർക്കും 800 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക.
എക്സാമിനേഷൻ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും, 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. വെർബൽ എബിലിറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, ലോജിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ഓർ ന്യൂമറിക് എബിലിറ്റി 20 ചോദ്യം 20 മാർക്ക്, ജനറൽ സോഷ്യോ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനെസ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് 15 ചോദ്യങ്ങൾ 15 മാർക്ക്, സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് 10 ചോദ്യങ്ങൾ 10 മാർക്ക്. അങ്ങനെ 100 ചോദ്യങ്ങൾ 100 മാർക്കായിരിക്കും. പരീക്ഷയ്ക്ക് 1.25 മണിക്കൂർ 75 മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/4 കട്ട് ചെയ്യുന്നതായിരിക്കും തെറ്റായ ഉത്തരത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലായിരിക്കും തരിക. അതുകൊണ്ട് ആ കാര്യം ഡൗൺലോഡ് ചെയ്തിട്ട് വേണം പരീക്ഷാ സെന്ററിലേക്ക് പോകാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പോസ്റ്റിൽ അയച്ചു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ www.federalbank.co.in/careers സൈറ്റ് വഴി ഈ പോസ്റ്റിലേക്ക് 2025 ഒക്ടോബർ 27 വരെ അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ 27 വരെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് തന്നെ നേരത്തെ തന്നെ അപേക്ഷിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ കൊടുക്കുക. താങ്ക് യു.